എല്ലാവർക്കും നമസ്കാരം. ജെഫൈസ് എന്ന് പറയുന്ന കൊച്ചു ചാനലിലൂടെ ഒരുപാട് വാർത്തകൾ ഓരോ ദിവസങ്ങളും ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുന്നിലേ എത്താറുണ്ട്. പലപ്പോഴും വളരെ റിസ്ക് പിടിച്ച ചില വാർത്തകൾ ഞാൻ ഏറ്റെടുത്ത് ചെയ്യാറുണ്ട്. ജനകീയ വിഷയങ്ങൾ, അധികം ജനകീയ വിഷയങ്ങളിലാണ് നമ്മൾ വാർത്തകൾ ചെയ്യാറ്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത ചെയ്തിരുന്നു. നിങ്ങൾ ഈ പയ്യനെ കണ്ടിട്ടുണ്ടാവും. ഒരു 3-4 ദിവസം മുൻപ് നമ്മുടെ കോട്ട ആശ്രമം ജംഗ്ഷനിലേക്ക് വന്ന സർവീസ് റോഡിൽ HP പമ്പ് കഴിഞ്ഞ് ഗ്രാൻഡ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ബജാജ് മോട്ടോഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ഇദ്ദേഹത്തിൻ്റെ ബൈക്ക് സർവീസിനായിട്ട് കൊടുത്തിരുന്നു. അതിനുശേഷം അത് വാങ്ങിക്കാൻ വേണ്ടി അവർ പറഞ്ഞ ഡേറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ബൈക്ക് ഇപ്പോൾ വരും റൈഡ് ടെസ്റ്റ് ഡ്രൈവിന് പോയേക്കാണ്. അവസാനമാണ് പറയുന്നത് മോഷണം പോയെന്ന്. അതിനെ തുടർന്ന് ആ പയ്യൻ വളരെയധികം വിഷമിച്ചു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആറ്റുനോറ്റ് കൈ കൊണ്ട് നടക്കുന്ന ഒരു ബൈക്ക് ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് മോഷണം പോയി എന്ന് പറയുമ്പോൾ ഇത് ഈ പയ്യന് പറ്റിയ ഏറ്റവും വലിയ സംഭവം. മനു എന്നാണ് ആളുടെ പേര്. മനുവിന് പറ്റിയ ഏറ്റവും വലിയ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാങ്ങിക്കാൻ വന്ന ആ ദിവസം സർവീസ് ചാർജ് ഒരു 12,000 രൂപ അടച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇത് മോഷണം പോയി എന്നുള്ളത് അറിയണം. അപ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും? തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും അതൊക്കെ അങ്ങനെ നിൽക്കായിരുന്നു. നമ്മൾ അതിന് ശേഷം മനു നമ്മളെ വിളിച്ച് ഞാനതൊരു വാർത്ത ചെയ്തു. ആ വാർത്തയ്ക്ക് ശേഷം ഇപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അത് മനു തന്നെ പറയും. തീർച്ചയായിട്ടും മനു, എന്താണ് അതിന് ശേഷം ഉണ്ടായ സംഭവം? അതിനുശേഷം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻഡ് ബജാജിന്റെ ഓണർ തന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് ആള് പറഞ്ഞു ഞങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് നിങ്ങളുടെ ബൈക്ക് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു. എന്നിട്ട് അവര് പറഞ്ഞു ഒരു സെറ്റിൽമെന്റിന് അവര് തയ്യാറാണെന്ന് പറഞ്ഞു. നമുക്കിനി കേസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാനായിട്ട് താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മള് സെറ്റിൽമെന്റ് റെഡി. അപ്പൊ അവര് 1,50,000 രൂപ തന്നു. 1,50,000 രൂപ 1,50,000 രൂപ തന്നു. ഇനി നമ്മള് കേസായിട്ട് മുന്നോട്ട് പോകുന്നില്ല. പണം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ശരിക്കും പറഞ്ഞാൽ മനു തൃപ്തിയാണോ? ശരിക്കും പറഞ്ഞാൽ മനുവിനത് എങ്ങനെയാണ് ആ തുക കിട്ടിയോടുകൂടി മനുവിന് ഈ വിഷയത്തിലുള്ള ഒരു എഗ്രിമെന്റിന് സമ്മതിച്ചു? മനുവിന് തൃപ്തിയാണ്, സാറ്റിസ്ഫാക്ഷൻ ആണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് മനു അനുഭവിച്ച ആ ഒരു സംഗതി എന്താണ് ശരിക്കും പറഞ്ഞാൽ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമായിരുന്നു. കാരണം നമ്മൾ പൊന്നുവര കൊണ്ടുനടന്ന വണ്ടിയാണ്. പെട്ടെന്ന് ഒരു ദിവസം അവിടെ ചെന്നപ്പോ കാണാനില്ല എന്ന് പറഞ്ഞപ്പോഴേ നമുക്ക് നല്ല വിഷമമായിരുന്നു. ഞാനിപ്പോൾ ഈ ചേട്ടനെ വിളിച്ച് അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു സെറ്റിൽമെന്റ് വന്നത്. കാരണം അല്ലെങ്കിൽ ആരും അറിയാണ്ട് പോവുള്ളൂ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ട് ആരും റിപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായില്ല. ഞാൻ വിളിച്ചപ്പോൾ തന്നെ ആൾ വന്ന് എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സെറ്റിൽമെന്റിന് റെഡി ആയത്. അതുകൊണ്ട് ചേട്ടന് എല്ലാവിധ നന്ദിയും പറയണ്. അപ്പോൾ താങ്ക് യു. യെസ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷകരമായൊരു നിമിഷമാണ്. കാരണം നമുക്ക് എത്ര വലിയ ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ ഒരു ആദരവ് തരുന്നതിനേക്കാളൊക്കെ വലിയ സംഭവമാണ് ഇതുപോലെ ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട് നമ്മുടെ ഫോളോവേഴ്സ് തന്നെ നമ്മുടെ അടുത്ത് വന്ന് നമുക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ഒരു 100 പൊന്നാട നമ്മുടെ ചുറ്റും വലിച്ചു കെട്ടി നമ്മളൊരു 10,000 പേരെ മുന്നിൽ നിർത്തുന്നതിനേക്കാളും വലിയ സംഭവമാണെന്ന്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ വാർത്തകൾ വഴി ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ അധികം ഈ ജനകീയ വിഷയങ്ങളാണ് ചെയ്യുന്നത്. വലിയ റിസ്ക് പിടിച്ച വാർത്തകളുടെ പിന്നാലെ പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ നമുക്കൊരു ഇടപെടൽ ഉണ്ടാകുമ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നാറുണ്ട്. ചിലർ നമ്മളെ ഓർക്കും, ചിലർ ഓർക്കാതെ പോകും. ഇത്തരം വാർത്തകൾ കൊണ്ട് ചെയ്ത ഒരു ഇമ്പാക്റ്റ് ചെയ്യാൻ ഏറ്റവും എനിക്ക് മനസ്സിൽ തട്ടിയിട്ടുള്ളത് മൈജി എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിക് സ്ഥാപനത്തിൽ നിന്ന് ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചിട്ട് മകന് വേണ്ടി ലാപ്ടോപ്പ് വാങ്ങിച്ചിട്ട് അത് കേടായി, തുടർച്ചയായിട്ട് കേടാകുന്നു, അവിടെ കൊണ്ടുകൊടുക്കുന്നു, കേടാവുന്നു. പിന്നീട് അതിനുശേഷം നമ്മളവിടെ വന്നൊരു വാർത്ത ചെയ്യുന്നു. ആ വാർത്തയ്ക്ക് ശേഷം അവർക്ക് പുതിയ ലാപ്ടോപ്പ് കിട്ടുന്നു. എന്നിട്ടും ആ ലാപ്ടോപ്പ് ശരിയാവുന്നില്ല. അവസാനം അതിൻ്റെ ഫുൾ എമൗണ്ട് അവർക്ക് കൊടുത്തു. ആ വീട്ടമ്മ, അന്നനാടുള്ള ആ വീട്ടമ്മ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മുടെ കൂടെ ഫൈറ്റ് ചെയ്ത് നിന്നു. അന്ന് ഞാൻ നൽകിയ വാർത്തയായിരുന്നു അതിലൊരു പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ്. അതോടൊപ്പം തന്നെ ആ സ്ഥാപനത്തിൽ നിന്ന് തന്നെ TV വാങ്ങിച്ചിട്ട് ഇൻഷുറൻസ് കിട്ടാണ്ട് വലിയ ഒരു വിഷയം ഉണ്ടായ സംഭവമുണ്ട്. അതിൽ നിതിൻ പുല്ലൻ അടക്കമുള്ള നമ്മുടെ യുവ നേതാവായിട്ടുള്ള നിതിൻ പുല്ലൻ അടക്കമുള്ള ആളുകൾ നമ്മളെ വിളിച്ച് അതിൻ്റെ ഒരു വീഡിയോ ചെയ്തു. ആ കുടുംബാംഗത്തിന്, അതായത് TV വാങ്ങിച്ചിട്ട് അതിൻ്റെ ഇൻഷുറൻസ് ആ വാങ്ങിച്ച ആൾ മരിച്ചു. 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഉണ്ട്. ആ ഇൻഷുറൻസ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ഫൈറ്റ് നടന്നു. അവസാനം നിതിൻ പുല്ലൻ വന്ന് എന്നെ വിളിച്ച് ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോയുടെ ഫലമായിട്ടും ആ 5 ലക്ഷം രൂപ ഇൻഷുറൻസ് തുക ആ കുടുംബത്തിന് കിട്ടി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇടപെടലുകൾ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ നടന്നു കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ട്. അതുപോലെ തന്നെയാണ് മനുവിൻ്റെ ഈ സംഭവം. മനുവിൻ്റെ മനസ്സിൻ്റെ തൃപ്തി അനുസരിച്ച് തന്നെ ആ ബൈക്കിൻ്റെ എമൗണ്ട് മനുവിന് കിട്ടിയിരിക്കുകയാണ്. അതിന് നമ്മുടെ വാർത്ത അതിന് നിദാനമായി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷമുണ്ട്. ജെഫൈസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് ജക്സ് എന്നാണ്. ജക്സ് സ്പൈസ് അല്ല, ജസ്റ്റിസ് സ്പൈസ് എന്നാണ് അതിൻ്റെ ശരിക്കും സംഭവം. ജസ്റ്റിസ് ഫോർ പീപ്പിൾ എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര്. അതൊരു നമ്മുടെ സ്പിരിച്വൽ ഫാദർ വഴിയായിട്ടാണ് അത് ജെഫൈസ് എന്ന് ഷോർട്ടായത്. തീർച്ചയായിട്ടും മനുവിനെ പോലുള്ള ആളുകൾ ഇതൊരു വലിയ വിഷമായിട്ട് മനസ്സിലൊന്നും കൊണ്ടുനടക്കരുത്. ഈ അനുഭവം ജീവിതത്തിൽ നമ്മൾ ഫൈറ്റ് ചെയ്യണം. പ്രതിസന്ധികൾക്ക് മുന്നിൽ തലകുനിക്കാതെ നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആരെങ്കിലൊക്കെ നമ്മൾ സഹായിക്കാനെത്തും. എല്ലാ വാതിലുകളും അടഞ്ഞു നിൽക്കുമില്ലേ മനു, ആരെങ്കിലും വന്ന് നമ്മളെ സഹായിക്കാനായിട്ട് കടന്നു വരും. എന്നെ അത്തരത്തിലൊരാളായിട്ട് കണ്ടാൽ മതി. എന്നെ ഒരുപാട് പേര് പലതരത്തിൽ അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷേ ഞാൻ യഥാർത്ഥത്തിൽ ചെയ്യുന്ന ഈ മാധ്യമ പ്രവർത്തനം എന്താണെന്നുള്ളത് എന്നെ മനസ്സിലാക്കുന്നവർക്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ നിന്നെ തേടി വരുമ്പോഴും ഇവിടുന്ന് അതിരപ്പള്ളി പോകുന്നു, ഇവിടുന്ന് കനകമല പോകുന്നതൊക്കെ നമ്മുടെ സ്വന്തം ചിലവ് വഹിച്ചിട്ടാണ് ഇത്ര കിലോമീറ്ററുകളൊക്കെ സഞ്ചരിക്കുന്നത്. ശരിക്കും പെട്രോൾ ചിലവ് തന്നെ ഒരു മാസം എത്ര വരുന്നുള്ളത് അറിയാവുന്നവർക്കറിയാം. അപ്പോൾ ആ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്നിട്ടും പല ആളുകളും നമ്മളെ കുത്തി നോയിപ്പിക്കാനും നമ്മളതൊക്കെ ചെയ്യുമ്പോഴും നമ്മളത് മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ അങ്ങനെയുള്ള അവസരങ്ങൾക്ക് ഇടയിലാണ് മനുവിൻ്റെ ഈ നല്ല വാക്കുകൾ എന്നെ പോലുള്ള ആളുകൾക്ക് ഒരു പ്രചോദനമാണ്. തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ. എല്ലാം നന്നായി നടക്കട്ടെ. ഓർക്കുക വല്ലപ്പോഴും. നന്ദി, നമസ്കാരം. ഓക്കെ, ശരി.